സ്ഥാനാർത്ഥിക്ക് തോൽവിയേക്കാൾ വലിയ മാനക്കേടുണ്ടായാലോ? അതാണിപ്പോൾ മഹാരാഷ്ട്രയിലെ ബിഗ് ബോസ് താരവും നടനുമായ അജാസ് ഖാൻ ഉണ്ടായിരിക്കുന്നത്. തോറ്റതിനേക്കാൾ ഉപരി അജാസ് ഖാന് നോട്ടയേക്കാൾ കുറവ് വോട്ട് ലഭിച്ചു എന്നതാണ് ഇവിടുത്തെ വിരോധാഭാസം. ഇൻസ്റ്റഗ്രാമിൽ 5.6 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇയാൾക്ക് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുതൽ 3 അക്കം കടക്കാൻ പെടാപ്പാട് വിടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജയിച്ചില്ല എന്ന് മാത്രമല്ല, നോട്ടയ്ക്ക് ലഭിച്ച വോട്ട് പോലും നേടാൻ കഴിഞ്ഞതുമില്ല. 153 എന്ന സംഖ്യയിൽ ഒതുങ്ങിപ്പോവുകയായിരുന്നു അദ്ദേഹം. ആസാദ് സമാജ് പാർട്ടിയെ പ്രതിനിധീകരിച്ചായിരുന്നു അജാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മഹാരാഷ്ട്രയിലെ വെർസോവ സീറ്റിലായിരുന്നു അജാസ് മത്സരിച്ചത്. മത്സരത്തിന്റെ തുടക്കത്തിൽ സ്ഥാനാർത്ഥി 3 അക്ക സംഖ്യയിലേക്ക് എത്തിപ്പെടാൻ പാടുപെടുന്നത് കാണാമായിരുന്നു. പിന്നീട് 153 വോട്ടിലേക്ക് ഇയാൾ എത്തിച്ചേരുകയായിരുന്നു. ഡിജിറ്റൽ ലോകമല്ല രാഷ്ട്രീയ ലോകമെന്നും ഇവിടെ ഫോളോവേഴ്സിനെ വോട്ടാക്കി മാറ്റാൻ കഴിയില്ല എന്നും അതിന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്നും ഈ സംഭവത്തെ പ്രതികരിച്ചുകൊണ്ട് കുറിച്ചു. നോട്ടയ്ക്ക് 500 വോട്ടുകൾ ലഭിച്ചപ്പോൾ 100 വോട്ടുകൾ പോലും തികയ്ക്കാനാകാതെ താരം കഷ്ടപ്പെടുന്നതായിരുന്നു കണ്ടത്. ചന്ദ്രശേഖർ ആസാദ് രാവണാണ് പാർട്ടിയുടെ ഈ നേതാവ്. യുപിയിലെ നഗ്നിയിൽ നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ ആസാദ് വിജയിച്ചിരുന്നു. അജാസ് ഖാൻ രാഷ്ട്രീയത്തിൽ അപരിചിതനല്ലെങ്കിലും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഭിനയമൊഴികെയുള്ള തൊഴിലുകളിലും താരം ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രിയിലെ ജനപ്രിയ താരമാണ് ഇദ്ദേഹം. ശിവസേനയുടെ ഹറൂൺ ഖാനും BJPയുടെ ഭാരതി ലവേറ്റ്കറും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് വെർസോവ മണ്ഡലത്തിൽ നടന്നത്. കൂടാതെ വലിയ പിടിവലിക്കോ പ്രതീക്ഷകൾക്കോ ഇട നൽകാതെ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള തേരോട്ടം മഹായുതി സഖ്യം നിലനിർത്തുകയായിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറുമായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. മൂവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതാണ് ഇപ്പോഴത്തെ സസ്പെൻസ്. 2.5 വർഷം കൂടി മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ഏക്നാഥ് ഷിൻഡെ NDA നേതാക്കളെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയിൽ നിന്നും മുഖ്യമന്ത്രി വേണമെന്ന് BJP നേതാക്കളുടെ നിലപാട്. നിലവിലെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയാണ് ഇവർ പിന്തുണയ്ക്കുന്നത്. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. 3 പേരും അമിത്ഷായുമായി ചർച്ചകൾ നടത്തി തീരുമാനത്തിലെത്തും. ലോക്സഭയിൽ 6 MP-മാരുള്ള ഏക്നാഥ് ഷിൻഡെ പിണക്കാതെയുള്ള തീരുമാനത്തിനാകും ദേശീയ നേതൃത്വം ശ്രമിക്കുക എന്നതാണ് ശ്രദ്ധേയം. ഇതിനുശേഷം രാത്രിയിലോ നാളെയോ ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കാനാണ് ധാരണ. മറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടത്താനും ധാരണയായിട്ടുണ്ട്. ഇപ്പോൾ ശിവസേനയും NCPയും കൈവശം വെച്ചിരിക്കുന്ന പ്രധാന വകുപ്പുകളിൽ പലതും BJP ഏറ്റെടുത്തേക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്.